നമസ്കാരം. ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ഊർജിതമാക്കി. വോട്ടർ പട്ടികയിൽ പേരുകളുള്ള VIP-കളുടെ വീടുകളിൽ കളക്ടർ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരെത്തി ഫോമുകൾ കൈമാറി തുടങ്ങി. തുടക്കമായത് 1 മാസത്തോളം നീളുന്ന പ്രക്രിയയ്ക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അർഹതപ്പെട്ട എല്ലാവരും ലിസ്റ്റിലുണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ ഖേൽക്കർ. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ചു. മുന്നണികളുടെ കലാശക്കൊട്ടിൽ പങ്കെടുത്ത് ദേശീയ നേതാക്കൾ. 121 മണ്ഡലങ്ങളിൽ മറ്റന്നാൾ വിധിയെഴുത്ത്. രണ്ടാം ഘട്ടം 11-ന് 122 മണ്ഡലങ്ങളിൽ. കത്തോലിക്ക സഭാ തലവന്മാർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ന്യൂനപക്ഷ അവകാശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രിയുടെ വീട്ടിലെ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും രാജീവ് ചന്ദ്രശേഖറും. മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നതിൽ കത്ത് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ കുട്ടികളുടെ ചിത്രത്തിനോ ബാലതാരത്തിനോ അവാർഡ് നൽകാത്തതിൽ ജൂറിക്കെതിരെ വിമർശനവുമായി ബാലതാരം ദേവനന്ദ. ജൂറി കണ്ണടച്ചിരട്ടാക്കരുതെന്നും കുട്ടികളുടെ അവകാശങ്ങൾ കാണാതെ പോകരുതെന്നും കുറ്റപ്പെടുത്തൽ. കുട്ടികളുടെ വിഭാഗത്തിൽ മികച്ച പ്രകടനം ഉണ്ടായിട്ടില്ലെന്ന് ജൂറി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്ന് മന്ത്രി സജി ചെറിയാൻ. കുട്ടികളുടെ മികച്ച സിനിമകൾ നിർമ്മിക്കാൻ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകുമെന്നും വാഗ്ദാനം. സംസ്ഥാനത്ത് മിൽമ പാലിന് വില കൂടും. വില വർധന തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമെന്ന് ക്ഷീരവകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. വർക്കലയിൽ യുവതിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടി പുറത്തേക്കിട്ടത് പ്രതി സുരേഷ് തന്നെയെന്ന് സ്ഥിരീകരണം. അന്വേഷണ സംഘത്തിന് ട്രെയിനിലെ CCTV ദൃശ്യങ്ങൾ കൈമാറി RPF. പരിക്കേറ്റ ശ്രീകുട്ടിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. പ്രതി സുരേഷ് കുമാറിനെതിരെ വധശ്രമത്തിന് കേസെടുത്ത് റെയിൽവേ പോലീസ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങി. വോട്ടർ പട്ടികയിൽ പേരുകളുള്ള VIP-കളുടെ വീടുകളിൽ കളക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെത്തി ഫോമുകൾ കൈമാറി തുടങ്ങി. സംസ്ഥാനത്ത് സജീവ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്കാണ് തുടക്കമായിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി BLOമാർ വീടുകളിൽ നേരിട്ടെത്തി വിവരശേഖരണം നടത്തുകയാണ്. 2025 ഒക്ടോബറിലെ വോട്ടർ പട്ടികയിലുള്ള എല്ലാ വോട്ടർമാർക്കും BLOമാർ 2 എന്യൂമറേഷൻ ഫോമുകൾ നൽകും. ഒരെണ്ണം കയ്യിൽ സൂക്ഷിക്കാം. ഫോറം പൂരിപ്പിക്കുന്നതിനും ഓൺലൈനായി അപ്ലോഡ് ചെയ്യുന്നതിനും BLOമാർ സഹായം നൽകും. പുതിയ ഫോട്ടോയും ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയും. 2002-ലെയും 2025-ലെയും വോട്ടർ പട്ടികയിൽ പേരുള്ളവർ എന്യൂമറേഷൻ ഫോം ഒപ്പിട്ട് നൽകിയാൽ മാത്രം മതി. 2002-ലെ പട്ടികയിൽ ഇല്ലാത്തവരും 2025-ലെ പട്ടികയിൽ ഉൾപ്പെട്ടവരുടെയും മാതാപിതാക്കൾ 2002-ലെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോം ഒപ്പിട്ട് നൽകാം. അല്ലാത്തവർ പുതിയ ഫോം നൽകുന്നതിനൊപ്പം ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള 12 തിരിച്ചറിയൽ രേഖകളിൽ 1 ഹാജരാക്കണം. ഡിസംബർ 9-നാണ് പ്രാഥമിക വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 7-ന് പുറത്തിറക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. SIR നടപടിക്രമത്തിന്റെ ഭാഗമായി കോഴിക്കോട് ഡെപ്യൂട്ടി കലക്ടർ M. രേഖ സിനിമാ താരം നിർമ്മൽ പാലാഴിയുടെ വീട്ടിൽ സന്ദർശനം നടത്തി. SIR-നെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ലയിലെ പ്രമുഖരുടെ വീടുകളിൽ ആദ്യ സന്ദർശനം നടത്തുന്നതെന്ന് ഡെപ്യൂട്ടി കലക്ടർ M. രേഖ പറഞ്ഞു. SIR പേടിക്കേണ്ട വിഷയമല്ലെന്നും ആരുടെയും വോട്ട് നഷ്ടപ്പെടില്ലെന്നും കൃത്യതയോടെ വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ നടപടിയെന്നും രേഖ വ്യക്തമാക്കി. എല്ലാവരും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകണമെന്നും നിർമ്മൽ പ്രതികരിച്ചു. പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളെ നാട്ടിലെ VIPസിൻ്റെ വീട്ടിൽ പോയി അവർക്ക് ഇത് ആദ്യമായിട്ട് കൊടുത്തിട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ ജനങ്ങൾക്കൊരു ബോധവൽക്കരണവും കൂടിയാണ്. ഇത് SIR പേടിക്കേണ്ട വിഷയമൊന്നുമല്ല. ആരും തന്നെ ഈ പട്ടികയിൽ നിന്ന് പോകുന്നില്ല. എല്ലാവർക്കും വോട്ടുകൾ ഉണ്ടാവും. എന്തായാലും അത് കൃത്യതയോടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ SIR ഇങ്ങനെ വന്നിട്ടുള്ളത്. നാട്ടിലെ ആളുകളിൽ നമ്മളെ പെടുത്തിയതിൽ സന്തോഷം. കാര്യം തെരഞ്ഞെടുപ്പ് എല്ലാവരും പങ്കാളികളും, എല്ലാവരും വോട്ട് ഒഴിവാക്കരുത്, എല്ലാവരും വോട്ട് ചെയ്യുക. സന്തോഷം. SIR-ന്റെ ഭാഗമായി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ നടൻ മധുവിന്റെ വീട്ടിൽ നേരിട്ടെത്തി. 20 ദിവസത്തിനകം എല്ലാവരിലും SIR ഫോം എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. അർഹരായ എല്ലാവരും വോട്ടർ പട്ടികയിലുണ്ടാകും. രാഷ്ട്രീയ പാർട്ടികളുമായി യോഗം ചേരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം SIR ഒരു കടമയാണെന്നും എല്ലാവരും അതിന്റെ ഭാഗമാകണമെന്നും നടൻ മധു പറഞ്ഞു. ഇത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ വോട്ടർ പട്ടികയെക്കുറിച്ച് വളരെ പരാതിയിലുള്ള ഈ സമയത്ത് ഈ പുതിയ ഫോമിൽ എല്ലാവരും ഒപ്പിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ശുദ്ധീകരണമായിരിക്കും. ആ ക്രിയയിൽ വോട്ടുള്ള എല്ലാവരും പങ്കെടുക്കേണ്ടത് ഒരു ആവശ്യമാണ്, ചെയ്യേണ്ടതൊരു കടമയാണ്.
പ്രത്യേകിച്ച് പറയാനുള്ളത് മുതിർന്നവരോടാണ്. അവർക്ക് ഇതിലൊന്നും യാതൊരു താല്പര്യമില്ലാത്ത പോലെ അവർക്കൊന്നും ചെയ്യാനില്ലാത്ത ഭാവമുള്ള കുറേ പേരെങ്കിലും ഉണ്ട്. അവരോടും ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, ഈ പ്രക്രിയയിൽ പങ്കെടുക്കണം, സഹകരിക്കണം. നാട്ടിന് നല്ലതാണ്, നമുക്ക് നല്ലതാണ്. ഓക്കെ. ബിഷപ്പുമാർ മോദിയെ കണ്ടതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ. ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ചുള്ള വിഷയം കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. എല്ലാവർക്കും ഒപ്പമുണ്ടാകുമെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകി. പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയെന്നും സൗഹൃദ സന്ദർശനമായിരുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ഒരു ജനറൽ ചർച്ച അവിടെ നടന്നു. അപ്പോൾ പ്രധാനമന്ത്രി എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്, ഗവൺമെൻറ്റാണ്. എന്തു വേണമെങ്കിലും ഞങ്ങൾ ഉണ്ടാവും, സഹായിക്കാൻ തയ്യാറാണ്. കൃത്യമായി പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു കർട്ടസി വിസിറ്റും ആയിരുന്നു. ഇതുപോലെ മൈനോറിറ്റി റൈറ്റ്സിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ, പിന്നെ അവർക്ക് വേണ്ടി എന്താണ് സർക്കാരിൽ നിന്ന് സഹായം എന്ന് ഒരു ജനറൽ ആയിട്ടൊരു ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പ്രധാനമന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആർക്കാണെങ്കിലും എന്ത് സഹായം ചോദിച്ചാൽ ഞങ്ങൾ അതിന് മനസ്സിലാക്കാനും അതിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ്. അദ്ദേഹം പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് ഐ ആം അറ്റ് യുവർ സർവീസ്, ഐ ആം ഓൾവേസ് അറ്റ് യുവർ സർവീസ് എന്നാണ്. അങ്ങനെയാണ് വാക്ക് ഉപയോഗിച്ചത് നമ്മുടെ പ്രധാനമന്ത്രി. ഇല്ല, അങ്ങനെയൊന്നും ഒരു ആശങ്കയൊന്നും അങ്ങനെ പറഞ്ഞില്ല. മൈനോറിറ്റി റൈറ്റ്സ്, മൈക്രോ മൈനോറിറ്റി റൈറ്റ്സിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഡിസ്കഷനെ കുറിച്ചൊരു ഒരു പാസിംഗ് റെഫറൻസ് ഉണ്ടായിരുന്നു ഇന്ന്. അത് പ്രൈം മിനിസ്റ്റർ പറഞ്ഞു അതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അതിനെക്കുറിച്ച് ഒരു കോൺക്രീറ്റ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ അത് കേൾക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പ്രൈം മിനിസ്റ്റർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി സീറോ മലബാർ സഭാ നേതൃത്വം. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കളും ചർച്ചയിൽ പങ്കെടുത്തു. സഭയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയതായി BJP നേതൃത്വം പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, പ്രധാനമന്ത്രിയുമായി സീറോ മലബാർ സഭാ നേതൃത്വം ചർച്ച നടത്തി. സൂചിപ്പിച്ച പോലെ തന്നെ ന്യൂനപക്ഷ അവകാശങ്ങളാണ് ഇവർ ഉന്നയിച്ചത്. എന്തൊക്കെയായിരുന്നു കൂടിക്കാഴ്ചയുടെ മറ്റ് വിശദാംശങ്ങൾ? അമ്പിളി, കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും നിർണായക ചർച്ചയാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ അല്പസമയം മുമ്പ് പൂർത്തിയായത്. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, അതുപോലെ തന്നെ മറ്റൊരു ബിഷപ്പായ കുര്യാക്കോസ് ഭരണികുളങ്ങര, ഈ രണ്ട് പേരാണ് പ്രധാനമായും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിൽ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയായി എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ബിഷപ്പുമാർ മാധ്യമങ്ങളെ കണ്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിന് പകരം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടത്. രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ തന്നെ ഷോൺ ജോർജ്, അനൂപ് ആന്റണി തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളും ഇവർക്കൊപ്പം പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചു എന്നുള്ളത് നേതാക്കൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ പ്രധാനമന്ത്രി ആ അവകാശങ്ങൾ ഉറപ്പാക്കാൻ ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അവരുടെ ഒരു സേവകനായി അവരെ സേവിക്കുന്നതിനാവശ്യമായ നടപടികൾ മുന്നോട്ട് പോകുമെന്ന് കൂടിയാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത്. ആശങ്കകളെല്ലാം തന്നെ പരിഹരിക്കും എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഛത്തീസ്ഗഡിലെയും മറ്റ് ചില BJP ഭരണ പ്രദേശങ്ങളിലെയൊക്കെ തന്നെ കന്യാസ്ത്രീകൾക്കും ഒപ്പം തന്നെ ഈ ന്യൂനപക്ഷങ്ങൾക്കുമെതിരായ അതിക്രമങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അക്കാര്യങ്ങളിൽ ചില ആശങ്ക സഭാ നേതൃത്വങ്ങൾക്കുണ്ട്. അത് സംബന്ധിച്ച കൂടുതൽ ചർച്ചകളിലേക്ക് പോയില്ല എന്നുകൂടി നേതൃത്വങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ വിഷയങ്ങൾ, അതായത് ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട ഡൽഹി കേന്ദ്രീകരിച്ചും അല്ലാതെയൊക്കെ മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നിരവധിയായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ കാര്യങ്ങളിൽ തന്നെ അവരുടെ ആശങ്കകൾ പങ്കുവെക്കുകയല്ല, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം. ഓരോ സംസ്ഥാനത്തെയും രാഷ്ട്രീയ ഭരണപരമായ സാഹചര്യങ്ങൾ അനുസരിച്ച് അക്കാര്യങ്ങൾ പിന്തുണ നൽകണം എന്നൊരാവശ്യമാണ് സഭാ നേതൃത്വം മുന്നോട്ട് വെച്ചത്. അത് പ്രധാനമന്ത്രി അംഗീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അതുമേൽ തുടർ നടപടികൾ എന്തുണ്ടാകും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലമാണ്. ആ ഒരു ഘട്ടത്തിലാണ് സഭാ നേതൃത്വം ഇത്തരം ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി പോപ്പിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ സഭാ നേതൃത്വം പ്രധാനമന്ത്രിയെ അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ട കത്ത് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ആ വിഷയം ഈ ഘട്ടത്തിൽ നിർണായക ചർച്ചയിലേക്ക് വന്നിട്ടില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച വിഷയങ്ങൾ തന്നെയാണ് ചർച്ചയായി
ചർച്ചയായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ഈ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട അടക്കം നിരവധി വിഷയങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ആ വിഷയങ്ങളിലൊക്കെ തന്നെ ക്രൈസ്തവ സഭകളെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാനാണ് BJP തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പിന്തുണ നൽകുന്ന കാര്യത്തിലടക്കം അത്തരം ചർച്ചകളിലേക്ക് പോകുമോ എന്നുള്ള തുടർ ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം ചർച്ചകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ രാഷ്ട്രീയമായ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നില്ല, രാഷ്ട്രീയ വിഷയങ്ങളായിരുന്നില്ല ചർച്ച, രാഷ്ട്രീയ ലക്ഷ്യങ്ങളായിരുന്നില്ല എന്നൊക്കെ BJP അധ്യക്ഷൻ പറയുന്നുണ്ട്. എങ്കിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലം, ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഈ ഒരു സാഹചര്യത്തിലുള്ള ഇത്തരം നിർണായക കൂടിക്കാഴ്ചകൾ വളരെ കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായി തന്നെ വിലയിരുത്താം. ഇനി തുടർ നീക്കങ്ങൾ, തുടർ ചർച്ചകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. അമ്പിളി. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു KK പ്രശാന്ത്. എന്തായാലും കേരളത്തിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സഭാ മേലധ്യക്ഷന്മാർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതും ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ചൊക്കെ അതിൻ്റെ ആശങ്കകളൊക്കെ പ്രധാനമന്ത്രിയുമായി അറിയിച്ചത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു KK പ്രശാന്ത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. 121 മണ്ഡലങ്ങളിലേക്കാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുക. ഭരണകക്ഷിയായ NDAയും പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയായ മഹാസഖ്യവും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ബീഹാറിൽ നടക്കുന്നത്. KK പ്രശാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, ഇന്ന് കൊട്ടിക്കലാശം സമാപിച്ചിരിക്കുകയാണ്. നാളെയാണ് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. ആദ്യഘട്ട വോട്ടെടുപ്പിൽ മേൽക്കൈ ആർക്കാണ്? NDAയ്ക്കോ മഹാസഖ്യം? അതുപോലെ തന്നെ പ്രശാന്ത് കിഷോർ മറുഭാഗത്തുണ്ട്. ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ മേൽക്കൈ ആർക്കാണ്? ഏതായാലും പരസ്യപ്രചാരണം അവസാനിച്ചിരിക്കുന്നു. വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയായിരുന്നു ഒന്നാം ഘട്ടത്തിലുണ്ടായിരുന്നു. 121 സീറ്റുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ 2020 ഈ സീറ്റുകളിൽ മഹാസഖ്യത്തിന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതാണ്. 60 സീറ്റുകളിലാണ് അവർ ഇതിൽ ഈ 121 ജയിച്ചു കയറിയത്. പക്ഷേ അതിന് അടുത്തേക്ക്, അതായത് അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും വലിയ നേട്ടമുണ്ടാക്കാൻ NDAയ്ക്ക് കഴിയും. അവർ അധികാരത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് വനിതകളുടെ വോട്ട് ഏറ്റവും നിർണായകമാകുന്ന ഒരു സ്ഥലം കൂടിയാണ് ബീഹാർ. പ്രധാനമന്ത്രി നേരിട്ട് കളത്തിലിറങ്ങിയ ഒരു തെരഞ്ഞെടുപ്പായി തന്നെ നമുക്ക് വിലയിരുത്താം. പ്രത്യേകിച്ച് അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം മാത്രമല്ല, അതിനു മുൻപേ തന്നെ പ്രധാനമന്ത്രി നേരിട്ട് ബീഹാറിലേക്ക് എത്തുകയും നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. ഇന്നിപ്പോൾ നമോ ആപ്പ് വഴിയും വനിതകളുമായി പ്രധാനമന്ത്രി സംവദിക്കുന്നത് നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും ജനങ്ങളുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് നിലവിലുള്ള ബീഹാറിലെ സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും ആ രീതിയിൽ തന്നെയാണ്. വനിതകൾക്ക് കൂടുതൽ പദ്ധതികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അവരെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക്, മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രതീക്ഷയുള്ള സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രധാനമന്ത്രി വനിതകളോടായി പറഞ്ഞത്. മറുവശത്ത് തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും ഒക്കെ തന്നെ നിർണായക നീക്കങ്ങൾ ബീഹാർ കേന്ദ്രീകരിച്ച് നടത്തുകയും ഒക്കെ ചെയ്തു. നമുക്കറിയാം, വോട്ടർ യാത്രയടക്കം നടത്തിക്കൊണ്ടാണ് രാഹുൽ മണ്ഡലത്തിലും ഒപ്പം തന്നെ സംസ്ഥാനത്ത് ആകെ നിറഞ്ഞു നിന്നെങ്കിൽ മറുവശത്ത് തേജസ്വിയുടെ നേതൃത്വത്തിൽ കൂടുതൽ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നു. അത് സ്ത്രീകൾക്ക് ആവശ്യമായ കൂടുതൽ മറ്റ് സാമ്പത്തിക സഹായങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതികളുണ്ട്. ഒപ്പം തന്നെ ജീവിത നിലവാരം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതികളുണ്ട്. ഇങ്ങനെ നിരവധി പദ്ധതികളാണ് മഹാസഖ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മഹാസഖ്യത്തെ സംബന്ധിച്ച് മഹാസഖ്യത്തിനിടയിൽ പോലും പല തർക്കങ്ങൾ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി അംഗീകരിക്കുമ്പോൾ പോലും ഇപ്പോഴും ചിലയിടങ്ങളിൽ ഈ തർക്കങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷയും NDAയ്ക്കുണ്ട്. ഈ തർക്കങ്ങളെല്ലാം തന്നെ തങ്ങൾക്ക് ഗുണകരമാകും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷ വെക്കുന്നത്. പക്ഷേ മറുവശത്ത് പ്രധാനപ്പെട്ട കാര്യം, ഈ NDAയ്ക്കും മഹാസഖ്യത്തിനും അപ്പുറത്തേക്ക് ജൻസൂരജ് പാർട്ടിയുണ്ട്, ഒപ്പം തന്നെ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയുണ്ട്. ഈ രണ്ട് പാർട്ടികളും എന്ത് തരത്തിലുള്ള നീക്കങ്ങൾ ബീഹാറിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിൽ തന്നെ ജനസൂരജിന്റെ ഭാഗത്ത് നിന്ന് 20ഓളം സീറ്റുകളിൽ ഒരുപക്ഷെ മേൽക്കോയ്മ അവർക്കുണ്ടാകും എന്ന തരത്തിലുള്ള ചില സർവേകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു നീക്കം ഉണ്ടായില്ലെങ്കിൽ പോലും ഒരുപക്ഷെ മഹാസഖ്യത്തിന്റെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്താൻ ജനസൂരജിന് കഴിയും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കാൻ ഒരുപക്ഷെ NDAയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ എളുപ്പമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നേരത്തെ
സൂചിപ്പിച്ച പോലെ തന്നെ ചില തർക്കങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിലും സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമൊക്കെ തന്നെ ഗുണകരമാകും എന്ന് തന്നെയാണ് മഹാസഖ്യത്തിന്റെ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. BJPയെ സംബന്ധിച്ച് അവിടെ നിതീഷ് കുമാറിനെ മുൻനിർത്തി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നതെങ്കിലും സ്വന്തം മുഖ്യമന്ത്രി എന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് പലയിടത്തും BJPയുടെ ക്യാമ്പയിൻ അത്തരത്തിൽ തന്നെയാണ്, പ്രചാരണം ആ തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. ഇന്നിപ്പോൾ വളരെ ശക്തമായ പ്രചാരണങ്ങൾ തന്നെയാണ് JP നദ്ദ അടക്കം രംഗത്തിറക്കിക്കൊണ്ടായിരുന്നു BJPയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. മറുവശത്ത് ലാലു പ്രസാദ് യാദവ് അടക്കം അവിടെ രംഗത്തിറങ്ങുന്ന CPIM-ന് വേണ്ടി തന്നെ രംഗത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഘടകകക്ഷികൾക്ക് വേണ്ടി പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ ഇറക്കിയാണ് BJPയും അതുപോലെ തന്നെ കോൺഗ്രസും JD-യും അതുപോലെ തന്നെ RJD-യും ഒക്കെ തന്നെ രംഗത്തിറക്കി. അതുകൊണ്ട് അടച്ചുള്ള ഒരു പ്രചരണം എന്ന് തന്നെ നമുക്ക് വലിയ രീതിയിൽ തന്നെ പറയാം. പക്ഷേ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ കാണുന്ന തരത്തിൽ എല്ലാ മുക്കും മൂലയിലും ഇറങ്ങിയുള്ള പ്രചരണം എന്ന നിലയിലേക്കല്ല. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കളെ ഇറക്കി ജനങ്ങൾക്കിടയിലേക്ക് തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയത്തിന് കൂടുതൽ പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ രീതി തന്നെയാണ്. ഇനിയിപ്പോൾ നാളെ നിശബ്ദ പ്രചരണമാണ്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ ബീഹാറിലെ 121 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. അമ്പിളി. ശരി, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. ഇനി നിശബ്ദ പ്രചരണമാണ്. 121 മണ്ഡലങ്ങളിലേക്കാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്നത്. ഭരണകക്ഷിയായ NDA-യും പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയായ മഹാസഖ്യവും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ബീഹാറിൽ നടക്കുക. ഒപ്പം മറുവശത്ത് പ്രശാന്ത് കിഷോറുമുണ്ട്. അങ്ങനെ ആർക്കായിരിക്കും മേൽക്കൈ ഉണ്ടാകുക എന്നുള്ളത് വോട്ടെണ്ണുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കൂ. എന്തായാലും 121 മണ്ഡലങ്ങളിലേക്കാണ് മറ്റന്നാൾ നടക്കുക. അതിനുശേഷമാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ഡൽഹിയിൽ നിന്നും. സംസ്ഥാനത്ത് മിൽമ പാലിന് വില കൂടും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാകും പാലിന് വില കൂടുക. വില കൂട്ടുന്നത് ആലോചനയിലുണ്ടെന്ന് ക്ഷീരവകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു. പാൽ വില കൂട്ടുന്നത് സംബന്ധിച്ച് പഠിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതി നിരക്ക് വർധനയ്ക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇതനുസരിച്ചാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് മിൽമ പാൽ വില കൂട്ടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മന്ത്രി ജെ ചിഞ്ചുറാണി സൂചന നൽകി. കർഷകരുടെ ക്ഷേമം നിലനിർത്തി നേരിയ വിലവർധനയുണ്ടാകുമെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. പാൽ വില കൂട്ടുന്നതിനോട് സർക്കാരിന് യോജിപ്പാണെന്ന് മന്ത്രി പറഞ്ഞു. എന്നാൽ എത്ര രൂപ വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കും. മിൽമ ആവശ്യപ്പെട്ടാൽ സർക്കാർ പരിശോധിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത്. 2019 സെപ്റ്റംബറിൽ പാൽ വില ലിറ്ററിന് 4 രൂപയും 2022 ഡിസംബറിൽ ലിറ്ററിന് 6 രൂപയും മിൽമ വർദ്ധിപ്പിച്ചിരുന്നു. പാൽ വില കൂട്ടിയാൽ മിൽമയുടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ആനുപാതികമായി വില വർദ്ധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സെപ്റ്റംബറിൽ GST കുറയുന്ന ഘട്ടത്തിൽ പാൽ വില കൂട്ടുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന വിലയിരുത്തലിലാണ് നേരത്തെ തീരുമാനം മാറ്റിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തന്റെ പുസ്തകം എല്ലാവരും വായിക്കട്ടെ. വായിച്ചു കഴിഞ്ഞ ശേഷമുള്ള അഭിപ്രായങ്ങൾ കേൾക്കാനും മറുപടി പറയാനും തയ്യാറാണെന്ന് EP ജയരാജൻ. ഇപ്പോൾ വരുന്ന അഭിപ്രായങ്ങൾ പുസ്തകം വായിക്കാതെയാണ്. വായിച്ച ശേഷമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറാണെന്നും EP ജയരാജൻ കൊച്ചിയിൽ പറഞ്ഞു. EP ജയരാജന്റെ ആത്മകഥയിൽ പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് പ്രതികരണം. ആ പുസ്തകം എല്ലാവരും വായിക്കട്ടെ. വായിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ കേൾക്കാൻ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും അതിൽ പറഞ്ഞ കാര്യം മനസ്സിലാക്കാനുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ പ്രത്യേകമായി കണ്ണൂരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം ആ ദിവസം അവിടത്തേക്ക് വരും. നിങ്ങളുടെ പുസ്തകം വായിച്ചില്ല എന്ന് വെക്കുക. നിങ്ങൾ അത് വായിച്ചിട്ടില്ല. നിങ്ങൾ അത് വായിച്ചിട്ടില്ല. വായിച്ചിരുന്നെങ്കിൽ ഇത്തരം ചോദ്യം ചോദിക്കില്ലേ? EP ജയരാജന്റെ ആത്മകഥയ്ക്ക് കള്ളന്റെ ആത്മകഥ എന്നാണ് യഥാർത്ഥത്തിൽ പേരിടേണ്ടിയിരുന്നത് എന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയാണ് EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത്. അദ്ദേഹം നിഷ്കളങ്കനാണെങ്കിൽ എന്തിനാണ് പുറത്താക്കിയതെന്നും ശോഭാ സുരേന്ദ്രൻ തൃശ്ശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആ പുസ്തകത്തിന് യഥാർത്ഥത്തിൽ ഇടേണ്ട പേര് കള്ളന്റെ ആത്മകഥ എന്നായിരുന്നു. ഇതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എൻ്റെ ജീവിതത്തിൽ 3 തവണയാണ് രാമനിലയത്തിനകത്ത് പോയിട്ടുള്ളത്. 1 ശ്രീമാൻ സുരേഷ് ഗോപിയെ കാണാൻ, 2 ബഹുമാനപ്പെട്ട മുൻ ഗവർണർ ആരിഫ് ഗാന്ധിയെ കാണാൻ, 3 സഖാവ് EP ജയരാജനെ കാണാൻ. ഇതിൽ കൂടുതൽ ഒരിക്കൽ പോലും ഞാൻ രാമനിലയത്തിൽ പോയിട്ടില്ല. അവിടുത്തെ CCTV ക്യാമറകൾക്ക് എന്ത് പറ്റി? ഞാൻ ലെഡ്ജറിൽ ഒപ്പുവെച്ച് ഞാൻ പണം കൊടുത്തിട്ടുണ്ട്. ആ ലെഡ്ജർ ബുക്ക് മാധ്യമപ്രവർത്തകരുടെ മുൻപിൽ ഹാജരാക്കട്ടെ. അപ്പം ഞാൻ ആലപ്പുഴയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു. എനിക്ക് ഇങ്ങനെ കാപഢ്യമുള്ള കള്ളം മാത്രം പറയാൻ അറിയാവുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മറുപടി പറയാനുള്ളതല്ല എൻ്റെ ശബ്ദം എന്ന് പോലും കരുതുന്ന ഒരാളാണ്. പക്ഷെ മാധ്യമ സുഹൃത്തുക്കൾ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതിന് മറുപടി പറയാൻ വേണ്ടി വന്നു എന്ന് മാത്രം.
PM ശ്രീയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് ഉടൻ കത്തയക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അവ പൂർത്തിയായാൽ ഉടൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് PM ശ്രീ പദ്ധതി മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്തയക്കും. മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഗൗരവമുള്ള വിഷയമല്ലേ, അങ്ങനെ അതിൻ്റെ പല ഘട്ടങ്ങളിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിസഭ തീരുമാനിച്ചല്ലേ, അതിലൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി സാധ്യതയില്ലല്ലോ. കത്തയക്കാൻ തീരുമാനിച്ചു, മന്ത്രിസഭ സബ് കമ്മിറ്റി രൂപീകരിച്ചു. അത് പറഞ്ഞതുപോലെ ഇത്രയും വളരെ ഗൗരവമുള്ള വിഷയം പെട്ടെന്ന് ദോശ വിടുന്ന പോലെ പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെ ഇച്ചിരി സമയമെടുത്തങ്ങ് ചർച്ച ചെയ്ത് നടപടിക്രമം പൂർത്തീകരിക്കുകയാണ്. ഈ ആഴ്ച കൊണ്ട് പൂർത്തീകരിക്കും. ഈ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് കുട്ടികളുടെ സിനിമകളെ അവഗണിച്ചതിനെതിരെ ബാലതാരം ദേവനന്ദ. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് നേരെയാണ് ഈ അവാർഡ് പ്രഖ്യാപനത്തോടെ ജൂറി കണ്ണടച്ചതെന്ന് ദേവനന്ദ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കുട്ടികൾക്കായുള്ള നല്ല സിനിമകളില്ല, അതുകൊണ്ട് പുരസ്കാരം നൽകുന്നില്ല എന്നായിരുന്നു ജൂറി ചെയർമാൻ പ്രകാശ് രാജിന്റെ പരാമർശം. കുട്ടികൾക്ക് കൂടുതൽ അവസരം കിട്ടണമെന്നും അവരും സമൂഹത്തിന്റെ ഭാഗമാണെന്നും പറഞ്ഞ ജൂറി ചെയർമാൻ കുട്ടികളുടെ അവകാശത്തെ കാണാതെ പോയതിൽ കടുത്ത അമർഷമുണ്ടെന്ന് ദേവനന്ദ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. കണ്ണടച്ചോളൂ, പക്ഷേ ഇവിടെ മുഴുവൻ ഇരുട്ടാണെന്ന് പറയരുത്. കുട്ടികളും ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് നേരെയാണ് 2024 മലയാള സിനിമാ അവാർഡ് പ്രഖ്യാപനത്തോടെ ജൂറി കണ്ണടച്ചതെന്ന് ദേവനന്ദ പറഞ്ഞു. സ്ഥാനാർത്ഥി ശ്രീകുട്ടനും ഗു, ഫിനിക്സ്, അജയന്റെ രണ്ടാം മോഷണവുമടക്കം നിരവധി സിനിമകളിൽ കുട്ടികൾ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരുന്നു. ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ വിനീഷ് വിശ്വനാഥനും സഹതിരക്കഥാകൃത്തും നടനുമായ ആനന്ദ് മന്മഥനും ബാലതാരങ്ങളെ അവഗണിച്ച ജൂറിയുടെ നിലപാടിനെതിരെ രംഗത്തെത്തി. ഒരു പരാമർശമെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്ന് ആനന്ദ് മന്മഥൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. കുട്ടികൾക്കിടയിലെ വേർതിരിവ് ഒഴിവാക്കി ബാക്ക് ബെഞ്ചേഴ്സ് എന്ന ആശയത്തെ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ചിത്രമായിരുന്നു സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. അർഹിക്കുന്ന എൻട്രികളൊന്നും ബെസ്റ്റ് ചൈൽഡ് ആക്ടർ വിഭാഗത്തിൽ ഇല്ലെന്ന ലോകത്ത് അവൻ തലയെടുപ്പോടെ നിൽക്കുന്നു എന്നായിരുന്നു സംവിധായകൻ വിനേഷ് വിശ്വനാഥിന്റെ പ്രതികരണം. ഈ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് പരിഗണിക്കപ്പെട്ട കുട്ടികളുടെ സിനിമയ്ക്ക് നിലവാരമില്ലായിരുന്നുവെന്ന ജൂറിയുടെ വിലയിരുത്തലിൽ വിവിധ തലങ്ങളിൽ നിന്ന് പ്രതിഷേധം ഉയരുന്നുണ്ട്. സമർപ്പിക്കപ്പെട്ട ചിത്രങ്ങൾ കുട്ടികളുടെ വീക്ഷണകോണിൽ നിന്നല്ലാത്തതിനാൽ ആൺ പെൺ വിഭാഗത്തിൽ മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരങ്ങൾ നൽകേണ്ടതില്ല എന്നായിരുന്നു ജൂറിയുടെ തീരുമാനം. അമൃത ന്യൂസ്, കൊച്ചി. പുരസ്കാരത്തിന് അർഹമായ ബാലസിനിമ ഉണ്ടായില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. നല്ല ബാലസിനിമകൾ ഉണ്ടാവാത്തതിൽ ദുഃഖമുണ്ടെന്ന് പ്രകാശ് രാജ് പറഞ്ഞിരുന്നതായും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. പ്രകാശ് രാജ് ഇത് പറയുമ്പോൾ എനിക്കത് സ്ട്രൈക്ക് ചെയ്തു. സത്യമാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെയാണ്. അത് കഴിയുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ 4 സിനിമകൾ ഈ വർഷത്തെ അവാർഡിന് വേണ്ടി വന്നിരുന്നു. അങ്ങ് ചോദിച്ച പോലെ 2 സിനിമകൾ അവസാന ലാപ്പിലേക്ക് എത്തി. അത് ലാസ്റ്റ് പരിഗണനയ്ക്ക് വേണ്ടി എത്തി. അത് നമ്മുടെ നിയമാവലി അനുസരിച്ച് നമ്മളതിന് കൃത്യമായ മുൻഗണന കൊടുക്കണമെന്നുള്ള നിയമം തന്നെയുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവസാനത്തെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ക്രിയേറ്റീവായ ഒരു സിനിമയായി ആ 2 സിനിമയെ അവർ കണ്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതോടെ അവകാശവാദങ്ങളും വാക്പോരും സജീവം. ശബരിനാഥിലൂടെ തിരുവനന്തപുരത്തെ ഹൈടെക് നഗരമാക്കി മാറ്റാനാകുമെന്ന് കെ മുരളീധരൻ അവകാശപ്പെടുന്നു. എന്നാൽ ശബരിനാഥിനെ ഒതുക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് തന്ത്രപൂർവ്വം സ്ഥാനാർത്ഥിയാക്കിയതെന്ന് വി കെ പ്രശാന്ത് MLA ആരോപിച്ചു. അതേസമയം നഗരസഭാ കൗൺസിലറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ BJPയുടെ മുന്നേറ്റത്തെ ബാധിക്കില്ലെന്നാണ് നേതൃത്വത്തിന്റെ ആത്മവിശ്വാസം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ 1ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി കളം പിടിച്ച കോൺഗ്രസ് KS ശബരിനാഥിലൂടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. യുവാവെന്ന നിലയിലെ സ്വാധീനവും IT രംഗത്തെ പ്രാവീണ്യവും ശബരിനാഥിലൂടെ നഗര വോട്ടുകൾ കേന്ദ്രീകരിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. തങ്ങളിൽ നിന്ന് അകന്ന് BJPയിലേക്ക് പോയ വോട്ടുകൾ തിരികെ പിടിക്കുക എന്ന ലക്ഷ്യമാണ് ജനകീയ മുഖങ്ങളെ കളത്തിലിറക്കുന്നതിന് പിന്നിൽ. BJP ആണ് ഞങ്ങളുടെ വോട്ടുകൾ കുറേ ചോർത്തിയത്. അതുകൊണ്ട് തന്നെ ആ ചോർത്തിയ വോട്ടുകൾ തിരികെ കൊണ്ടുവരിക, നഗരത്തിന് പുതിയ മുഖച്ഛായ നൽകണം എന്ന് കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ശ്രീ ശബരിനാഥ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം മാത്രമല്ല, ഹൈടെക് രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, കാര്യങ്ങൾ പഠിച്ചു പറയാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, ഇതുൾപ്പെടെ നാളെ നഗരസഭയുടെ വികസനത്തിന് അത് പ്രയോജനപ്പെടുത്തണം. അതേസമയം ശബരിനാഥനെ ഒതുക്കാൻ വേണ്ടിയാണ് തന്ത്രപൂർവ്വം കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയതെന്ന് CPM ആരോപിക്കുന്നു. അരുവിക്കരയിൽ ശബരിനാഥ് എന്ത് വികസനമാണ് കൊണ്ടുവന്നതെന്നും CPM ചോദിക്കുന്നു. അപ്പോൾ ഇത് ശബരിനാഥനെ പോലുള്ള ഒരു MLA ആയിരുന്ന ആളിനെ ഒതുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പരിശ്രമം എന്ന് മാത്രമേ കാണാൻ വേണ്ടി കഴിയുള്ളൂ.
എന്നാൽ 34 സീറ്റുമായി പ്രതിപക്ഷത്തുള്ള BJP ആകട്ടെ കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് ആവർത്തിക്കുന്നത്. ജില്ലയിൽ നിന്ന് എസ് സുരേഷ്, നടൻ കൃഷ്ണകുമാർ, കരമന ജയൻ എന്നീ പേരുകൾ ഉയർന്നു വരുന്നെങ്കിലും മത്സരരംഗത്ത് ഇവർ ഉണ്ടാകില്ല. അതേസമയം VV രാജേഷ്, R ശ്രീലേഖ, കരമന അജിത്ത് തുടങ്ങിയ പേരുകൾ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ. ഈ LDFന്റെ അഴിമതി ഭരണം മാറണം. LDFന്റെ അഴിമതി ഭരണം മാറണമെങ്കിൽ സ്വാഭാവികമായിട്ടും 35 സീറ്റുള്ള ഒരു പ്രിൻസിപ്പൽ ഒപ്പോണൻ്റ് ആയിട്ടുള്ള BJPക്കാണ് ആ സ്ഥാനം നികത്താൻ കഴിയുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷവും CPMന്റെയും LDFന്റെയും അഴിമതി ഭരണത്തെ തുറന്നു കാട്ടുവാൻ വേണ്ടി നിരവധി പോരാട്ടങ്ങൾ നടത്തി ജനശ്രദ്ധയിൽ കൊണ്ടുവന്നത് BJPയാണ്. തീർച്ചയായിട്ടും പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്വം വളരെ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ബുധനാഴ്ച തന്നെ BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയും കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പ്രഖ്യാപിക്കും. CPMന്റെ പ്രഖ്യാപനവും ഉടനുണ്ടാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അധിക ഫീസ് ഈടാക്കാതെ വിമാനയാത്രക്കാർക്ക് ഗ്രേസ് പീരീഡ് അനുവദിക്കുന്ന തരത്തിൽ വ്യവസ്ഥകളിൽ മാറ്റം വരുത്താൻ DGCA. ടിക്കറ്റ് റീഫണ്ട് മാനദണ്ഡങ്ങളിൽ കാര്യമായ മാറ്റങ്ങളാണ് സിവിൽ ഏവിയേഷൻ റെഗുലേറ്റർ ഡ്രാഫ്റ്റ് പരിഗണിക്കുന്നത്. ബുക്കിംഗ് കഴിഞ്ഞ് 48 മണിക്കൂറിനുള്ളിൽ അധിക നിരക്കുകളില്ലാതെ വിമാനയാത്രക്കാർക്ക് ടിക്കറ്റുകൾ റദ്ദാക്കാനോ ഭേദഗതി വരുത്താനോ കഴിയും. ഇതിനായി ഒരു ലുക്ക് ഇൻ ഓപ്ഷൻ യാത്രക്കാർക്ക് നൽകേണ്ടതാണ്. എന്നാൽ ആഭ്യന്തര വിമാന സർവീസിന് 5 ദിവസത്തിൽ താഴെയും അന്താരാഷ്ട്ര സർവീസിന് 15 ദിവസത്തിൽ താഴെയും പുറപ്പെടുന്ന വിമാനത്തിന് എയർലൈൻ വെബ്സൈറ്റ് വഴി നേരിട്ട് ബുക്ക് ചെയ്യുമ്പോൾ ഈ സൗകര്യം ലഭ്യമാകില്ല. എയർലൈൻ വെബ്സൈറ്റ് വഴി നേരിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ബുക്കിംഗ് നടത്തി 24 മണിക്കൂറിനുള്ളിൽ യാത്രക്കാരൻ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അതേ വ്യക്തിയുടെ പേരിൽ തിരുത്തലിനായി ഒരു വിധത്തിലുള്ള അധിക ചാർജും ഈടാക്കില്ലെന്ന് സിവിൽ ഏവിയേഷൻ റെഗുലേറ്റർ ഡ്രാഫ്റ്റിൽ നിർദ്ദേശമുണ്ട്. മെഡിക്കൽ അടിയന്തര സാഹചര്യങ്ങളിൽ യാത്രക്കാരൻ ടിക്കറ്റ് റദ്ദാക്കിയാൽ വിമാന കമ്പനികൾക്ക് ടിക്കറ്റുകൾ തിരികെ നൽകാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് ഷെൽ നൽകാം എന്നാണ് മറ്റൊരു നിർദ്ദേശം. കൂടാതെ ഒരു ട്രാവൽ ഏജന്റ് അഥവാ പോർട്ടൽ വഴി ടിക്കറ്റ് എടുക്കുന്ന സാഹചര്യത്തിൽ റീഫണ്ടിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും എയർലൈനുകൾക്കായിരിക്കും. 21 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ റീഫണ്ട് പ്രക്രിയ പൂർത്തിയാക്കുമെന്ന് എയർലൈനുകൾ ഉറപ്പാക്കണം. വിമാന ടിക്കറ്റ് റീഫണ്ടുമായി ബന്ധപ്പെട്ട ആശങ്കകളുടെയും പ്രശ്നങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് നിർദ്ദിഷ്ട മാറ്റങ്ങൾ വരുന്നത്. നവംബർ 30 വരെ കരട് CARനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ DGCA തേടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV. വർക്കലയിൽ യുവതിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടി പുറത്തേക്കിട്ടത് പിടിയിലായ സുരേഷ് തന്നെയെന്ന് സ്ഥിരീകരണം. അന്വേഷണ സംഘത്തിന് ട്രെയിനിലെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. RPF ആണ് അന്വേഷണ സംഘത്തിന് CCTV ദൃശ്യങ്ങൾ കൈമാറിയത്. അതേസമയം ശ്രീകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വീഴ്ചയിൽ തലയ്ക്കും നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റ യുവതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ന്യൂറോളജി വിഭാഗം രാവിലെ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ അനിശ്ചിതകാല സമരം ആരംഭിച്ച് സമരസമിതി. പ്ലാന്റ് പൂർണ്ണമായും അടച്ചുപൂട്ടുന്നതുവരെ സമരം തുടരാനാണ് സമരസമിതിയുടെ നീക്കം. അനിശ്ചിതകാല സമരം MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സമരക്കാർ പൊരുതുന്നത് പണത്തോടാണെന്നും പ്ലാന്റിൽ അക്രമം നടത്തിയത് ആരാണെന്ന് കണ്ടെത്തേണ്ടത് പോലീസിന്റെ പണിയാണെന്നും കാരശ്ശേരി പറഞ്ഞു. അതേസമയം പ്ലാന്റിന് പിന്തുണ നൽകിക്കൊണ്ട് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സ്വീകരിച്ച നിലപാട് സ്വീകരിക്കാൻ കഴിയില്ലെന്ന് സമരസമിതി പ്രതികരിച്ചു. കോയമ്പത്തൂരിൽ കോളേജ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ 3 പേരെ അറസ്റ്റ് ചെയ്ത് പോലീസ്. ശിവഗംഗ സ്വദേശികളായ ഗുണ, കാർത്തിക്, കറുപ്പുസ്വാമി എന്നിവരാണ് പിടിയിലായത്. കസ്റ്റഡിയിൽ എടുക്കുന്നതിനിടെ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളുടെ കാലിൽ പോലീസ് വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. പരിക്കേറ്റ പ്രതികളെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പോലീസ് കോൺസ്റ്റബിളിനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ വെടിവെച്ചതാണെന്നാണ് പോലീസ് പറയുന്നത്. കൈക്ക് പരിക്കേറ്റ കോൺസ്റ്റബിളും ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് MBA വിദ്യാർത്ഥിയായ 19-കാരിയെ മൂവർ സംഘം തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിനിരയാക്കിയത്. പെൺകുട്ടി ചികിത്സയിൽ തുടരുകയാണ്. പ്രണയാഭ്യർത്ഥന നിരസിച്ച വൈരാഗ്യത്തിൽ സഹപാഠിയായ യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീവച്ച കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി. തിരുവല്ല കുമ്പനാട് സ്വദേശി അജിൻ റജി മാത്യു ആണ് പ്രതി. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി 1 വ്യാഴാഴ്ച ശിക്ഷ വിധിക്കും. 2019 മാർച്ച് മാസം 12-ന് തിരുവല്ലയിൽ വെച്ചാണ് അയിരൂർ സ്വദേശിനിയായ 19-കാരി കവിതയെ സഹപാഠിയായ പ്രതി അജിൻ റജി മാത്യു നഗരമധ്യത്തിൽ വെച്ച് കുത്തിപ്പരിക്കേൽപ്പിക്കുകയും കയ്യിൽ കരുതിയ പെട്രോൾ ഒഴിച്ച് തീവയ്ക്കുകയും ചെയ്തത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 70% പൊള്ളലേറ്റ കവിത ചികിത്സയിലിരിക്കെ 2 ദിവസത്തിന് ശേഷം മരണപ്പെട്ടു. കവിതയും പ്രതിയും ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ ഒരുമിച്ച് പഠിച്ചവരായിരുന്നു. ഇതിനുശേഷം കവിത തിരുവല്ലയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ MLT കോഴ്സിന് ചേർന്നു. സംഭവ ദിവസം രാവിലെ ക്ലാസ്സിലേക്ക് വരുന്നതിനിടെയാണ് അജിൻ റജി മാത്യു കവിതയെ ആക്രമിച്ചത്. പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന് കവിതയുടെ കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു.
പരമാവധി ശിക്ഷ തൂക്കുകയറ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രായം അനുസരിച്ചായിരിക്കും. നമ്മളിപ്പോൾ എന്താ പറഞ്ഞാൽ ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ്. അതിന് പരമാവധി അതിന് തൂക്കുകയറ് കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കേസിൽ മികച്ച രീതിയിൽ അന്വേഷണം നടന്നുവെന്നും പ്രതിക്കെതിരെ ശക്തമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞതായും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഹരിശങ്കർ പറഞ്ഞു. മരണമൊഴി ഉണ്ടായിരുന്നു. ഡോക്ടറിനോടും പോലീസിനോടും നേഴ്സിനോടും പറഞ്ഞ മരണമൊഴി ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും മികച്ച രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് ഇതിൽ നടന്നിട്ടുള്ളത്. അതാണ് ഏറ്റവും നിർണായകമായത്. പരമാവധി ശിക്ഷ കിട്ടണമെന്നാണ്. കേസിൽ വാദം കേട്ട പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി 1 പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. വ്യാഴാഴ്ച ശിക്ഷ വിധിക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട. തമിഴ്നാട്ടിലും കേരളത്തിലുമായി നിരവധി കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടു. കേസ് അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ തിരികെ തൃശൂർ വിയൂർ ജയിലിലേക്ക് എത്തിക്കുന്നതിന് തൊട്ടുമുൻപാണ് പ്രതി രക്ഷപ്പെട്ടത്. ഇന്നലെ രാത്രി മൂത്രമൊഴിക്കാനെന്ന പേരിൽ പുറത്തിറങ്ങിയ പ്രതി തമിഴ്നാട് പോലീസിനെ കബളിപ്പിക്കുകയും മതിൽ ചാടി രക്ഷപ്പെടുകയുമായിരുന്നു. സംഭവത്തിൽ തമിഴ്നാട് പോലീസിനെതിരെ നടപടി സ്വീകരിക്കും. കൊലപാതക ശ്രമം, സ്വർണ്ണക്കവർച്ച, മോഷണം തുടങ്ങി വിവിധ വകുപ്പുകളിലായി 54 കേസുകളിൽ പ്രതിയാണ് തമിഴ്നാട് തെങ്കാശി സ്വദേശിയായ ബാലമുരുകൻ മാടസ്വാമി. 6 വർഷമായി തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിൽ തടവിലായിരുന്ന പ്രതിയെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് മറ്റൊരു കേസ് അന്വേഷണത്തിനായി തമിഴ്നാട് വിരുദനഗർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. അന്വേഷണം പൂർത്തീകരിച്ച ഇന്നലെ രാത്രി 9:45 പ്രതിയെ തിരികെ ജയിലിലെത്തിക്കാനാണ് തമിഴ്നാട് പോലീസ് ശ്രമിച്ചത്. ഇതിനായി മതിൽഗുഡി സ്റ്റേഷൻ SI നാഗരാജിന്റെ നേതൃത്വത്തിൽ പ്രതിയെ കാറിൽ വിയൂർ സെൻട്രൽ ജയിൽ പരിസരത്തെത്തിച്ചു. എന്നാൽ മൂത്രമൊഴിക്കാനെന്ന പേരിൽ പുറത്തിറങ്ങിയ ബാലമുരുകൻ പോലീസിനെ കബളിപ്പിച്ച മതിൽ ചാടി രക്ഷപ്പെടുകയായിരുന്നു. തൊട്ടുപിന്നാലെ വിയൂർ പോലീസിലും കൺട്രോൾ റൂമിലും വിവരമറിയിച്ചതോടെ കേരള പോലീസ് സംഘവും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തി. പ്രദേശത്തെ ആളൊഴിഞ്ഞ പറമ്പുകൾ, കിണറുകൾ, ഉയരമുള്ള മരങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച 100-ലധികം പോലീസുകാർ തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല. തമിഴ്നാട് പോലീസിന്റെ വീഴ്ച വ്യക്തമായതോടെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങൾക്ക് പ്രത്യേക ചുമതല നൽകിയാണ് നിലവിൽ പ്രതിക്കായുള്ള അന്വേഷണം തുടരുന്നത്. അതേസമയം പാലക്കാട് ആലത്തൂരിൽ വെച്ച് പ്രതിക്ക് ഭക്ഷണം വാങ്ങി നൽകിയിരുന്നുവെന്നും ജയിൽ സമീപത്ത് വെച്ചാണ് വിലം കഴിച്ചതുമെന്നാണ് തമിഴ്നാട് പോലീസിന്റെ മൊഴി. എന്നാൽ ഇക്കാര്യങ്ങളിലടക്കം വ്യക്തത വരുത്തുന്നതിനും പ്രതിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുമായി CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചാണ് നിലവിലെ അന്വേഷണം. സംഭവത്തിൽ തമിഴ്നാട് പോലീസിനെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് വിവരം. അമൃത ന്യൂസ്, തൃശൂർ. കോഴിക്കോട് താമരശ്ശേരിയിൽ ഫ്രഷ് കട്ട് പ്ലാന്റിൽ അക്രമം നടത്തിയത് ആരാണെന്ന് കണ്ടെത്തേണ്ടത് പോലീസിന്റെ പണിയാണെന്നും ബാഹ്യശക്തികൾ എന്ന് പറഞ്ഞാൽ പോരെന്നും MN കാരശ്ശേരി. സമരക്കാർ പൊരുതുന്നത് പണത്തോടാണെന്നും കാരശ്ശേരി ഫ്രഷ് കട്ട് വിരുദ്ധ ജനകീയ സമര പന്തൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയാത്ത പോലീസിനെ എന്തിനാണ് ശമ്പളം കൊടുക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ഇവിടുത്തെ ഈ സമരസമിതിയിലുള്ള ഒരൊറ്റ കുഞ്ഞും അക്രമത്തെ അംഗീകരിച്ചിട്ടില്ല, ന്യായീകരിച്ചിട്ടില്ല. അക്രമം കാണിച്ച ആരാന്ന് അറിഞ്ഞൂടാ. അത് കണ്ടെത്തേണ്ടത് പോലീസിന്റെ പണിയാണ്. അതിനാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ബാഹ്യശക്തികളാന്ന് പറഞ്ഞപ്പോൾ ആരാന്ന് പറയൂ. ദിവസത്തിലേ 3 ആഴ്ച ആവുമ്പോ അല്ലേ? അപ്പോ ഇപ്പോഴും കുറ്റവാളികൾ ആരാണ്? ഇവിടുത്തെ റോട്ടിൽ പകല് നടന്ന ഒരു സംഭവത്തിലെ കുറ്റവാളികൾ ആരാന്ന് കണ്ടെത്താൻ കഴിയാത്ത പോലീസിന് എന്തിനു ശമ്പളം കൊടുക്കുകയാണ്? നമ്മളെ പേടിപ്പിക്കാനാണോ ശമ്പളം കൊടുക്കുന്നത്? ബഹുജനങ്ങളെ നാട്ടിൽ നിന്ന് ഓടിക്കാനാണോ? അപ്പോൾ ഞാൻ ചില വീടുകളിലൊക്കെ കയറിയിരുന്നു കഴിഞ്ഞ ആഴ്ച മറ്റേ പരിപാടിക്ക് വന്നപ്പോൾ. അപ്പോൾ അവിടുത്തെ സ്ത്രീകളൊക്കെ സംസാരിക്കുന്നത് എനിക്ക് അമ്പരപ്പ് തോന്നി. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചു. 6 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. ജയറാം നഗർ സ്റ്റേഷന് സമീപം മെമു ട്രെയിൻ ഗുഡ്സ് ട്രെയിനിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റു. സംഭവസ്ഥലത്തു നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങളിൽ കൂട്ടിയിടിയെ തുടർന്ന് കോർബ പാസഞ്ചർ ട്രെയിനിന്റെ ആദ്യ കോച്ച് ഗുഡ്സ് ട്രെയിനിന് മുകളിൽ കയറിയ നിലയിലാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. യൂറോപ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഫ്രാൻസിലെ ഐക്സ് എൻ പ്രൊവാൻസിലെത്തിയ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് ഊഷ്മളമായ സ്വീകരണം. 3 ദിവസത്തെ പരിപാടികളാണ് അമ്മയ്ക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. തെക്കിന്റെ പാരീസ് എന്നറിയപ്പെടുന്ന ഫ്രാൻസിലെ ഐക്സ് എൻ പ്രൊവാൻസിൽ അമ്മ എത്തിയപ്പോൾ ഒരു നാട് മുഴുവൻ അമ്മയെ സ്വീകരിക്കാനായി കാത്തുനിന്നു. അതിമനോഹരമായിരുന്നു ആ കാഴ്ച.
ഫ്രാൻസിലെ പ്രശസ്ത ചലച്ചിത്ര സംവിധായക ലിസ അസ്ലോസും പ്രമുഖ സാഹിത്യകാരൻ പിയർ ലുനയിലും ചേർന്നാണ് അമ്മയെ സ്വീകരിച്ചത്. തൻ്റെ ജീവിതത്തിൽ സ്നേഹം കൊണ്ടുവന്നത് അമ്മയാണെന്നും ആ ഊർജ്ജമാണ് തൻ്റെ സിനിമയിലൂടെ ഇപ്പോൾ പ്രകടമാകുന്നതെന്നും തിങ്ങി നിറഞ്ഞ വേദിയെ സാക്ഷിയാക്കി ലിസ അസ്ലോസ് പറഞ്ഞു. dans ma vie, même dans mes colères, d'essayer de les ravaler et d'aller vers l'amour toujours. Et tous mes films, c'est vraiment pour que les gens, quand ils sortent de la salle, ils aient un petit peu plus de dose d'amour dans leur cœur. Et la dernière phrase que j'ai mis dans mon prochain film, c'est transformer le monde, c'est transformer le chaos en amour. C'est ce qu'Ama m'a appris, ce que j'essaye de conserver dans mon cœur et ce que je viens aujourd'hui pour remercier et aussi pour... 3 ദിവസത്തെ പരിപാടികളാണ് ഐക്സ് ഇൻ പ്രൊവാൻസിൽ അമ്മയ്ക്കായി ഒരുക്കിയത്. ഏവരെയും ആശ്ലേഷിച്ചും സ്നേഹം ചൊരിഞ്ഞും അമ്മയും അവർക്കൊപ്പം ചേർന്നു. അമ്മയുടെ അടുത്ത പരിപാടി ഫ്രാൻസിലെ ചാർട്സിലാണ്. ന്യൂസ് ഡെസ്ക് അമൃത TV. തലശ്ശേരി അമൃത വിദ്യാലയത്തിൽ അമൃത എക്സ്പോ 2025 സംഘടിപ്പിച്ചു. കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജാസ്മിൻ എം ഷാ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ബ്രഹ്മചാരിണി സമരാധി അമൃത ചൈതന്യ അധ്യക്ഷത വഹിച്ചു. എജ്യൂടെക് എന്റർപ്രണർ വൈശാഖ് രവീന്ദ്രൻ, സ്കൂൾ ലീഡർമാരായ ആശിഷ് മനോജ്, ദേവനന്ദിനി എന്നിവർ സംസാരിച്ചു. വിദ്യാലയത്തിലെ സയൻസ്, സോഷ്യൽ, ഗണിതം, ഇംഗ്ലീഷ്, IT, മലയാളം, സംസ്കൃതം, ഹിന്ദി എന്നീ ഡിപ്പാർട്ട്മെന്റിന്റെയും ആർട്സ്, മ്യൂസിക്, അഡൽട്ട് ടിങ്കറിംഗ് ലാബ് എന്നീ വിഭാഗങ്ങളുടെ എക്സിബിഷനും നടന്നു. കൂടാതെ കോൺട്രസ്റ്റ് കണ്ണാശുപത്രി, മാഹി ഡെന്റൽ കോളേജ്, മാഹി ആയുർവേദ കോളേജ്, NTTF തലശ്ശേരി, മലബാർ ക്യാൻസർ സെന്റർ എന്നിവരുടെ സ്റ്റാളുകളും തിരുവനന്തപുരം നിക്കോളാസ് ടെസ്ല ടെക്നോളജീസിന്റെ എക്സ്റ്റൻഡ് റിയാലിറ്റി ഷോയും റോക്കറ്റ് വിക്ഷേപണവും എക്സ്പോയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. സമ്മാന വിതരണവും നടന്നു. താമരശ്ശേരി ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം തുറക്കുന്ന കാര്യത്തിൽ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ തീരുമാനമായില്ല. ശാശ്വതമായ പരിഹാരമില്ലാതെ ഫ്രഷ് കട്ട് തുറക്കാനാവില്ലെന്ന് UDF നേതാക്കൾ വ്യക്തമാക്കിയതോടെ യോഗം പിരിയുകയായിരുന്നു. ഫ്രഷ് കട്ട് തുറന്നു പ്രവർത്തിക്കുന്നതിനായി വിളിച്ചു ചേർത്ത രണ്ടാമത്തെ സർവകക്ഷി യോഗവും അലസിപ്പിരിഞ്ഞു. പ്രദേശവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഫ്രഷ് കട്ട് തുറക്കാനാവില്ലെന്ന കടുത്ത നിലപാട് UDF പ്രതിനിധികൾ തുടർന്നതോടെ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം അവസാനിപ്പിക്കേണ്ടി വന്നു. വായുവും ജലവും ദുർഗന്ധമാകുന്നത് തടയാൻ കാര്യക്ഷമമായ നടപടി വേണമെന്ന് സർവകക്ഷി പ്രതിനിധികൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. പ്രശ്നം പരിഹരിക്കാതെ ഫ്രഷ് കട്ട് തുറന്നാൽ സമരവുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടിലാണ് UDF. ഇതൊന്നും ചെയ്യാതെ പ്ലാന്റ് തുറക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധമുണ്ടാകും എന്ന് കളക്ടറെ അറിയിച്ചിട്ടുണ്ട്. ഇത് തുറക്കുന്നത് ശരിയല്ല. അങ്ങനെ തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിസൻറ്റ് എഴുതുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഡിസൻറ്റ് എഴുതിയ ശേഷമാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ജില്ലയിൽ കൂടുതൽ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രശ്നപരിഹാരമാണ് LDF പ്രതിനിധികൾ മുന്നോട്ട് വെച്ചത്. ഞങ്ങൾ ആ ഫാക്ടറിയുടെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള കുറേ നിർദ്ദേശങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. അത് കളക്ടർ മുമ്പിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. കളക്ടർ അംഗീകരിച്ചിട്ടുണ്ട്. അതേസമയം അമ്പായത്തോട് ഫ്രഷ് കട്ട് വിരുദ്ധ സമരം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. അമൃത ന്യൂസ്, കോഴിക്കോട്.